സിനിമ ഓരോരുത്തർക്കും ഓരോ പോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ്. അപ്പൊ ഞാനൊക്കെ എന്റെ വളരെ നല്ല ബാല്യത്തിൽ തിയേറ്ററിൽ കണ്ടുന്ന സിനിമയാണ്. അതൊരു സാധാരണ സിനിമ എന്നുള്ള രീതിയിൽ വളരെ സിനിമ എന്നുള്ള രീതിയിൽ കാണും. ഇന്ന് നമ്മള് വീട്ടിൽ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് കൂടുതൽ മൂല്യത്തോടെ കാണുമ്പോൾ ഈ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ചന്തുവിന്റെ കഥാപാത്രം എന്ന് പറയുന്നതാണ്. തന്നെയാണ് പറയുന്നത്, നമുക്ക് പൊന്നെ നടന്ന ഗുരുക്കന്മാർ അവരുടെ ഒരു ഹരിഹരൻ സാറിനെ ഇപ്പം നമ്മള് സിനിമയിൽ പ്രവർത്തിക്കുന്ന വിനയത്തോടെ മാത്രമേ ഈ സിനിമയെ കാണാൻ പറ്റുള്ളൂ, അനുഭവത്തോടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു വലിയ കലാസൃഷ്ടി ഗംഭീരമായി വീണ്ടും കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ സിനിമ പോലെ കാണാം, കണ്ടിട്ടുള്ളവർക്ക് ഒരു വലിയ ഓർമ്മകളായി വീണ്ടും ഒരു ഇതുവരെ റിലീസായതിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ആയിരിക്കും. ഏറ്റവും പഴക്കാറുന്ന മൂവി ആദ്യമായിട്ട് റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു വടക്ക് വീരകഥയാണ്. ഈ മാസ്റ്റേഴ്സ് അക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന്റെ മികവെന്ന് പറയുന്നത് ഇന്നിപ്പോ റീമാസ്റ്റർ ചെയ്യുമ്പോഴും അതിന്റെ യാതൊരു ആസ്വാദികത അതൊരു കുറവ് വരുന്നില്ല. ഭയങ്കര ഫ്രഷ് ആയിട്ടും ഭയങ്കര റെലവെന്റ് ആയിട്ടും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നു എല്ലാവരുടെയും വർക്ക്. ഇങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഇത്ര ബുദ്ധിമുട്ടുകളുള്ള ചിത്രീകരണം നടത്തിയെന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ വീഡിയോ. ഞാൻ ആക്ച്വലി ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ എത്രത്തോളം ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒരു കാലഘട്ടത്തിൽ ഇത് ഇത്രയും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റിലീസായ സിനിമ തിയേറ്ററിൽ വന്നിട്ട് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഒരു ഭയങ്കര സർറിയലാണ്. ഇന്നത്തെ അച്ഛനേക്കാളും ഇന്നത്തെ കഥകളും നടന്നിരുന്ന സൗഹൃദങ്ങളെ പറ്റി നമുക്കാണ് അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു അറിവുണ്ട്. അവരുടെ ഓരോ പഴയ സിനിമകളും ടി വിയിലായാലും ഇങ്ങനെ റീ റിലീസ് വന്നിട്ട് കാണുമ്പോഴായാലും നമുക്ക് പറഞ്ഞ കഥകളായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എനിക്ക് അന്നത്തെ സന്ദർഭത്തിലായാലും ഒരു ഫൈറ്റ് സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ തമ്മിലുള്ള കോൺടാക്ടിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആണ്. ആ ഒരു അവസ്ഥ തന്നെ അന്നത്തെ അവരുടെ ഒരു സൗഹൃദത്തിനെ ഭയങ്കരമായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ ബിഗ് സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ബോഡി ടു ബോഡി കോൺടാക്റ്റും ഒക്കെ തന്നെ വളരെ കൺട്രോൾഡായിട്ടും ഫാൻസിന്റെ ഒരു ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അതിനെ കൊറിയോഗ്രാഫ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അന്നത്തെ ഒരു ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്തൊരു പരിപാടി അതിനകത്ത് ഈ സിനിമയിൽ എല്ലാ പഴയ സിനിമകളും കാണാനായിട്ട് സാധിക്കാം. ഞാൻ വേറെ പരിപാടിയായിട്ട് തനിയായിട്ട് നടക്കുക, അച്ഛൻ്റെ പരിപാടിയായിട്ട് പോകുന്നുണ്ട്. അധികം അതിനെ പറ്റി ഞാനും അച്ഛൻ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അച്ഛനും വരാൻ സാധിച്ചില്ല, ഡൽഹിയിലായിരുന്നു. അച്ഛനും കാണാൻ ആഗ്രഹം ഉണ്ടാവും ഡെഫിനറ്റ്ലി. അച്ഛനും വന്ന് അച്ഛനും ഈ സിനിമ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അച്ഛനും ആഗ്രഹം കാണും, എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛൻ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത്രയും ഞാനിപ്പോ ദേവദൂതൻ റിലീസ് ചെയ്ത് അതിന് ബൃഹത്തായിട്ടുള്ള സിനിമ വെച്ച് ഇതൊരു ഇഷ്ടപ്പെടുന്ന മലയാളം സ്നേഹിക്കുന്ന MT സാറിനെ സ്നേഹിക്കുന്ന, മമ്മൂക്കനെ സ്നേഹിക്കുന്ന, രാമേന്ദ്രബാബുവിനെ സ്നേഹിക്കുന്ന, ഹരിഹരനെ സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഇതൊന്നും കാണും. ഞാൻ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് ഞാൻ ഊഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഇത്ര എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം ഐ എം എൻജോയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമോഷണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മുക്കാരാണ് എന്തൊരു പെർഫെക്ഷൻ അന്നെങ്ങനെ ഈ സിനിമ എടുത്തു. ഇത് ഇന്നത്തെ ജനറേഷനും കഴിഞ്ഞ ജനറേഷനും എന്താണ് മലയാള സിനിമ സ്വകാര്യ അഹങ്കാരത്തിന് പ്ലീസ് വാച്ച്. ഈ 34 വർഷം കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ മാറ്റി കുറഞ്ഞിട്ടില്ല, മാറ്റി കൂടിയിട്ടേ ഉണ്ടാവും.
അന്ന് കണ്ടതിനേക്കാൾ വലിയൊരു ഫീലാണ് ഇപ്പോഴും ഈ സിനിമ. ടെക്നിക്കലി സൗണ്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദേവദൂതിന് ശേഷം ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി റീമാസ്റ്ററിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ സിനിമ കാണാത്ത ജനറേഷൻ ഈ സിനിമ തീർച്ചയായിട്ടും ഒരു പുതിയ തലമുറകളുടെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമ തിയേറ്റർ കണ്ടിട്ടില്ലാത്ത ജനറേഷൻ അവര് വലിയ രീതിയിൽ എനിക്കിതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സിനിമ എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ ഇന്നത്തെ ജനറേഷൻ അടക്കമുള്ള ആൾക്കാർ ഇത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ സാധനം നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇതായിരുന്നില്ല ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ തിയേറ്ററിൽ കാണുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ ഞാനൊക്കെ ഫുൾ ഹൗസിലാണ് ഇത് കാണുന്നത്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവിടെ അവര് അതിന്റെ മേക്കേഴ്സ് എല്ലാവരും വിചാരിച്ചത് ഇവിടെ കൃത്യമായിട്ട് മ്യൂസിക് ആണെങ്കിലും വിഷ്വൽ എക്സ്ട്രാവേഗൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഈവൻ അതിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ ആ ഒരു തിയേറ്ററിന് വിഷൻ ചെയ്തുകൊണ്ട് ഈ ലെജൻസ് ഇത് അന്ന് തന്നെ ചെയ്തതിന്റെ ആസ് എ തിയേറ്റർ ആസ് എ ഫിലിം സ്റ്റുഡൻറ് എനിക്ക് അതാണ് പിന്നെ ഡെഫിനറ്റ്ലി ദ ഡെപ്ത് ഇൻ സ്ക്രിപ്റ്റ്, the depth in performance, the depth in emotions. എനിക്കൊന്ന് മനുഷ്യൻ എന്നും ഇങ്ങനെയില്ല. ലൈക്ക് ഹ്യൂമൻ ഇമോഷൻസ് എന്നുമില്ല. മഹാഭാരതം എടുത്തു കഴിഞ്ഞാലും ഗെയിം ഓഫ് ത്രോൺസ് എടുത്താലും ബാഹുബലി എടുത്താലും നമ്മൾ വടക്കൻ വീരാതിലേക്ക് പോകുമ്പോഴും അതിന്റെ ഒരു മീറ്റർ സെയിം ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് അതിന്റെ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അതിലായിരുന്നു വലിയ ഡിസൈൻ. അയ്യോ അതാ ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരെണ്ണം മാത്രമല്ല, ഇതിന്റെ ടോട്ടാലിറ്റി എടുത്ത് പറയണ്ടേ. കാരണം ഇത് നമുക്ക് കിട്ടില്ലല്ലോ. ഇതുപോലത്തെ ക്ലാസിക്കൽ സാധനങ്ങൾ റീ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് സിനിമയുടെ കഥ അറിയാൻ വേണ്ടിയില്ല. സിനിമ ആസ് ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്കത് കിട്ടി. പക്ഷേ അതിങ്ങൾക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് വരാൻ ലേറ്റ് ആവും, കാണാൻ പറ്റില്ലെന്നൊരു വിഷമമുണ്ടായിരുന്നു. ഞാനിപ്പോ നേരെ സ്കൂളിൽ നിന്നാണ് സിനിമ തിയേറ്ററിൽ വളരെ കുറവ് സിനിമകൾ കണ്ടിട്ടുണ്ട്. 3 കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈം നമ്മൾ ചെറുപ്പം ആക്ച്വലി കണ്ടുകൊണ്ട് പക്ഷേ ടു ബി ഓണസ്റ്റ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും അമ്മ ആ ഫീൽ കുഴപ്പമില്ല. ചായലും സ്വഭാവം എല്ലാവരും അതാ പറഞ്ഞ അതാണ് അവള് പറഞ്ഞത്. ചെറുപ്പക്കാർക്ക് അത് അവൾ കണ്ടിട്ടില്ലല്ലോ. ഫോട്ടോസൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോൾ മൂവി ഇങ്ങനത്തെ ഇത്രയും ക്ലാസിക്കൽ മൂവി തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര ഫീലായിരുന്നു. എങ്ങനെയാണ് ചേച്ചി അങ്ങനെ ഷൂട്ടിങ്ങിനെ കൊണ്ടുപോകുന്നത്? അമ്മയുണ്ടായിരുന്നു, ഡാഡിയല്ലേ താങ്ക് യു സോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കുറേ കാലങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ മക്കളെ കൂടെ ഞാൻ വിനീതയോട് അത് പറയുന്നു. ഇങ്ങനെ നമുക്ക് വീണ്ടും ഇത് കാണാൻ പറ്റും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് എന്ത് ഫീലിംഗ് ആ സിനിമ കാണുമ്പോൾ കിട്ടിയോ അതുപോലെ കിട്ടി. വിജയങ്ങൾ കൂടെ ഇല്ല, അതിന്റെ പേര് ശരിക്കും ഉണ്ട്. പിന്നെ സാറില്ല, അങ്ങനെ കുറേ പേര് അഭിനയിച്ചിട്ടുള്ളവരൊക്കെ കുറേ പേരൊക്കെ നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ എന്നാൽ പോലും വീണ്ടും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണം. എനിക്കോട് എന്നെക്കാൾ കൂടുതൽ ഇവരൊക്കെ പോലുള്ളവർ പറയുന്നതായിരിക്കും കുറച്ചുകൂടി. കാരണം അവരുടെ എക്സൈറ്റ്മെന്റ് ആണ്. ഒരുപാട് സന്തോഷം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് ഞാൻ വാച്ച് ലിസ്റ്റിൽ വെച്ച ഒരു സിനിമ തന്നെയായിരുന്നു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. അതേപോലെ എൻഡിങ് ഒക്കെ ആയപ്പോൾ കരഞ്ഞു പോയി. മീൻസ് നമ്മൾ പെട്ടെന്ന് അങ്ങ് എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു ജനറേഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്.